സാറേ ഇത് ഞാനാ മഹി. നീ പോയിട്ടൊന്ന് വിളിച്ചില്ലല്ലോന്ന് ഇപ്പൊ ഞാൻ ഓർത്തേ ഉള്ളൂ. എന്താടാ സുഖമാണോ? കള്ളക്കേസോ? അതെ സാറേ, ഒരു പാവം പെങ്കൊച്ചിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കലായിരുന്നു. നേരെ ചൊവ്വയുള്ള കാര്യത്തിന് നീ എന്നെ വിളിക്കുള്ളൂ എനിക്കറിയാം. ആട്ടെ, നീ ആ പെൺകുട്ടിയായിട്ട് എന്താ ബന്ധം? അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു കൊച്ചാ സാറേ. അപ്പോ വേണ്ടപ്പെട്ടവരൊക്കെ ആയല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇത് വെറും ഒരു കുടുംബശ്രീ ബന്ധം. എന്ന് വെച്ചാ? അല്ല, കുടുംബത്തുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ളൊരു ബന്ധം, അത്രേ ഉള്ളൂ. ശരി, നീ ആ സ്ഥലപ്പേരും ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. സുഗുണ, അവളെ വിട്ടു. മോളിന്ന് ആരോ വിളിച്ചു പറഞ്ഞത്രേ. അയാൾ എന്തൊരു കിഴങ്ങനാ. മോളിന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ അതിന്റെ മോളിന്ന് നമുക്ക് വിളിച്ചു പറയിക്കായിരുന്നല്ലോ. നല്ല പെട കൊടുത്തിട്ടാ വിട്ടയച്ച്. കരച്ചിലങ്ങ് ദൂരെ കേക്കായിരുന്നു. നീ വിട്ടോ, ഞാൻ എത്തിയേക്കാം. ശരി. ആ പെൺകുട്ടികൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ നീ? ഇനി നീ അവരുടെ നേരെ നോക്കി എന്നിട്ട് കണ്ണു ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇതെന്താ ഈ ചെയ്യുന്നേ? മുളക് പൊടി മണലും കൂട്ടി തിരുമണ വട്ടായ ആളിയാ. ഇതൊരു പലഹാരോടാ. അമ്മയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയാത്തവന്മാർക്ക് വേണ്ടിയുള്ള പലഹാരം. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഏതെങ്കിലും പെമ്പിള്ളേർ ആരെങ്കിലും ഉപദ്രവിച്ചാ പോയി പകരം ചോദിക്കുക. ഇയാളാര്? രജനീകാന്ത? അങ്ങനെ ഏതെങ്കിലും പെമ്പിള്ളേരല്ല അവരെനിക്ക്. അല്ലേ? അല്ല. എന്നാ പോയി താങ്കളെയാ. എന്റെ വക്കീൽ സാറേ, ഞാൻ സ്ഥലം വിടുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല. ഇപ്പൊ എന്തോ ഉണ്ടായെന്നാ? മുതലാളിമാർക്ക് ടീ താങ്ങാണെങ്കിൽ പാവപ്പെട്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? പറഞ്ഞു വരുമ്പോ പെണ്ണിനെ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് ഞാനും വരുമല്ലോ. നീ ഇത്രയ്ക്ക് പേടിത്തൊണ്ടനാണ്. ജയിലിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുറെ കൂടെ ധൈര്യം ഉണ്ടായിരിക്കുന്നു. ഒരുത്തൻ നേർക്ക് നേരെ വന്നാൽ നേരിടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ഇത് അങ്ങനെയാണോ? ആളും പേരും പറയാതെ പുറകിന്നുള്ള പണിയല്ലേ? കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒന്നിന് പോണേലും രണ്ടിന് പോണേലും ഈ കിടപ്പിൽ സാധിക്കണം. ഇവരെ നോക്കാൻ മെമ്പർ നോക്കിമാരുണ്ട്, വേലക്കാരുണ്ട്. എന്നെ ആര് നോക്കും? നീ പേടിക്കണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാം. എന്റെ ഒന്നും രണ്ടും ഒക്കെ സാർ എടുക്കൂ. നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെ കൂടിപ്പോയാ ഇന്ന് സൂര്യാസ്തമനം വരെ ആ കഴുതടവൻ അത്രയ്ക്ക് ആയസുള്ളൂ. അതെ, നാട്ടിലെ മുഴുവൻ പോലീസുകാരും അവനെ തപ്പി ഇറങ്ങിയിരിക്കുക. ഇരുട്ടുന്നതിന് മുമ്പ് അവനെ പൊക്കിയിരിക്കും. എന്തായി? അവനെ കിട്ടിയോ? എല്ലാ സ്ഥലവും പരിശോധിക്കുന്നുണ്ട്. സംശയം തോന്നുന്നവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യാ. അവന്റെ ഏകദേശ രൂപമെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തന്നോട് എത്ര വട്ടം പറയണം. ഒരു കാര്യം ചെയ്യ്, കുറച്ച് മുളക് പൊടി എടുത്ത് തന്റെ രണ്ട് കണ്ണിലോട്ട് കൂടി ഇട്. അപ്പൊ അറിയാം ഏതൊക്കെ രൂപം വരുമെന്ന്. മുളക് പൊടി ശബ്ദം കേട്ട തിരിച്ചറിയാവോ? ഒരുതരം അടഞ്ഞ ശബ്ദ. ഇവനേതാ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ കാര്യത്തിന് ഒരുത്തനെ വരുത്തിയിട്ടുണ്ടെന്ന്. നിന്റെ നാട് എവിടാ? കുറച്ച് തെക്കാ സാർ. തെക്കും വടക്കും ഒന്നും വേണ്ട സാറേ. കൃത്യമായിട്ട് നാടും വീടൊക്കെ പറ സാറേ. അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് അങ്ങോട്ടെ 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ
മുസ്ലിം പള്ളിയിലാണ് നമ്മളെ പുറകോട്ട് സാർ കേക്ക് സാർ പിന്നെ നമ്മളത് പുറകോട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീട് ഒന്ന് നിർത്തടോ. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. എടോ, അവനെ ഇറക്കിയത് ആറാണിമുട്ടത്തുകാരാണെന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അവനെ തപ്പേണ്ടത് ഞങ്ങളുടെ അടുക്കളയിലല്ല, ആറാണിമുട്ടത്ത് പോയി പരിശോധിക്കടോ. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. മായൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി മേയാവി എന്ന് വിളിച്ചത് ഞാനാ. ആള് ഭയങ്കര സൈസാണോ സ്രാങ്കേ? സൈസ് ആണോന്നാ? ഒരു 6 അടി 3.5 പൊക്കം, ഉരുക്ക് പോലത്തെ ശരീരം. അവന്റെ ഒരു കയ്യുമിറ്റക്കണ്ടല്ല, നിങ്ങളൊക്കെ കാല് പോലെ ഇരിക്കും. അപ്പൊ അയാള് കയ്യും കുത്തിയാണ് നടക്കണം. അവന്റെ ഒരു കൈകുത്തിയാലേ നീയും നിന്റെ അപ്പനും എഴുന്നേറ്റ് നടക്കത്തില്ല. എന്നോട് ബഹുമാനം കാണിക്കാത്തവന്മാരെയും ഞാൻ അവന്റെ ലിസ്റ്റിൽ പെടുത്തുന്നുണ്ട്. കേട്ടില്ലേ? നാട്ടിലിപ്പോ ഇതേ ഉള്ളു സംസാരം. ഇനി ആ പെമ്പിള്ളേരെ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോ അവന്മാരൊന്ന് വിറയ്ക്കും. ആഹാ, ഇത് ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങിയോ? ഹലോ, ആ സ്രാങ്ക് അവിടെ ഇല്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പര്. പറയണ കേട്ടാ മതി. ആ സ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാം. നിങ്ങളാര്? മായാവി. ശരി. ശ്രാങ്കേ, ഒരു സർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ? ദാണ്ടെ സ്രാങ്ക് വരുന്നു. ആ ചേരം കണ്ടെടുത്തേ. ഒന്നങ്ങട് മാറി 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 കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്തു മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാൻ എപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി. നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും. മനസ്സിലായില്ലേ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, സ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി. ഞാനല്ലേ പറയുന്നത്. നിനക്ക് ഈ ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേരടാ, ബ്ലാഡ് ഫുൾ. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്രാങ്കിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? തനിക്ക് എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാ ഫ്രാങ്കേ, ആ കിച്ചണ് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊന്ന് വാങ്ങി നോക്കി ഇരിക്കും. അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു 50 രൂപ എടുത്തേ. ഇങ്ങനെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ ശ്രമം? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു.
ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും ശിക്ഷനായിട്ട്. അത് വേണം. വേണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. നിങ്ങളൊന്നേ, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ സ്രാങ്കേ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാള വട, ഒരു സുഖിയൻ. ആശാനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. സ്രാങ്ക് പറയും, അപ്പ കേട്ടാ മതി. സ്രാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. എന്നാ ഒന്ന് കാണിക്ക് സ്രാങ്കേ. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. അയ്യോ, ഇനി തല്ലരുത്, ഞാൻ സത്യം പറഞ്ഞോളാ. ഞാൻ മ്യായാവിയല്ല, അവൻ പണിയും കഴിഞ്ഞ് പോയി. ഞാൻ സ്രാങ്ക്, അവനേക്കാൾ ഭയങ്കരനായ അവന്റെ അച്ഛൻ. എന്റെ ശിഷ്യം വന്ന് നിന്റെ കഥ കഴിക്കും മുമ്പ് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞോളാം. ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സത്യം പറമോനെ ദിനേശ. ഇന്ദുവിന്റെ അനിയത്തി അമ്മു ഇവിടെ പണയം വെക്കാൻ കൊണ്ടുവന്നത് സ്വർണം തന്നെയാ. അത് മുക്കുവണ്ടോളെന്ന് വരുത്തി തീർത്തത് തോട്ടപ്പള്ളിയിലെ സുഗുണം പറഞ്ഞിട്ടാ. ഇനി എന്നെ ഏൽപ്പിച്ച പണി. ഞാനും ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. എന്റെ ശിഷ്യന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇന്ദുവിന്റെ മുറിയിൽ ദിവനെ മദ്യപിച്ച് മതോന്മത്തനാക്കി ഇന്ദുവിന്റെ ഓഫീസ് മുറിയിൽ അവളറിയാതെ കൊണ്ടുപോയി കിടത്തിയത് ഞാനാ. ആ തോട്ടപ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ദു ഇക്കാര്യത്തിൽ നിരപരാധിനിയാണ്. നാട്ടുകാരെ, അവൾ നിരപരാധിനിയാണ്. നിന്നെ തന്നെ ഈ എന്നെയാണോ എന്ന് വിളിച്ചത്? എന്തേ പിടിച്ചില്ലേ? ആരടാ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ, എപ്പോൾ, എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമ ശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമ ശിഷ്യനെ. പൊതുജനത്തിന്റെ മുമ്പ് വരാൻ പറ, എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാനെ തല്ലിയാലും ശിഷ്യന് നോവല്ലോ. തല്ലിക്കോ. ധൈര്യമുള്ള തന്തയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർ പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കും എനിക്ക് വിഷമോ. നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിട്ടി മാറ്റും മ്യായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ തല്ലിക്കോ. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓടാ. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ.